തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടുത്ത സുഹൃത്ത് ഫെന്നി നൈനാന് കനത്ത തോൽവിയാണ്. അടൂർ നഗരസഭയിലെ 8ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായിട്ടാണ് ഫെന്നി നൈനാൻ മത്സരിച്ചത്. ഇവിടെ BJP ആണ് സീറ്റ് നിലനിർത്തിയത്. ഫെന്നി നൈനാൻ 3ാം സ്ഥാനത്താണ് മത്സരം അവസാനിപ്പിച്ചത്. നേരത്തെ ഫെന്നിയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ ലൈംഗിക പരാതിയിൽ ഫെന്നി നൈനാനെതിരെ ഗുരുതര പരാമർശങ്ങളാണ് അടങ്ങിയിരുന്നത്. പെൺകുട്ടിയെ ആളൊഴിഞ്ഞ ഭാഗത്തെ റിസോർട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയെന്നും ആ സമയം കാർ ഓടിച്ചത് ഫെന്നി നൈനാൻ എന്നാണ് പരാതിയിൽ പറഞ്ഞത്. രാഹുലിന്റെ അടുത്ത സഹായിയും സുഹൃത്തുമായിരുന്ന ഫെന്നിയുടെ പേരും കേസിൽ ഉയർന്നു കേട്ടു. ഇത്തരത്തിൽ ഫെന്നിക്കെതിരെ പരാതി വന്നതിന് പിന്നാലെ അടൂരിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അടച്ചു പൂട്ടിയതുൾപ്പെടെ വലിയ വിവാദമായി. ഫെന്നിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ഉയർന്ന ഈ ആരോപണം പാർട്ടിയെയും പ്രതിസന്ധിയിലാക്കി. രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയത്തിൽപ്പെട്ട് ഒളിവിൽ കഴിയുന്ന സാഹചര്യവും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന ആരോപണവുമാണ് LDF പ്രധാന പ്രചാരണായുധമാക്കിയത്. ശബരിമല സ്വർണ്ണക്കൊള്ളയും വിലക്കയറ്റവും കിഫ്ബിയിൽ നടക്കുന്ന ED അന്വേഷണവുമെല്ലാമായിരുന്നു UDFന്റെ പ്രചരണ വിഷയങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതികളും സംസ്ഥാന സർക്കാരിന്റെ വികലമായ വികസന നയങ്ങളും ഇടത് വലത് മുന്നണികൾ കൈകോർക്കുന്ന ഇന്ത്യ മുന്നണി സഖ്യവുമെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു NDAയുടെ വോട്ട് പിടുത്തം. അതേസമയം കേരളത്തിലെ BJPയുടെ ആകെയുള്ള ലോക്സഭാ സീറ്റായ തൃശൂർ ഉൾപ്പെടുന്ന തൃശൂർ കോർപ്പറേഷനിൽ NDA കിതയ്ക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇത്തവണ തൃശൂർ ഞങ്ങൾ പിടിക്കുമെന്ന് BJP ഉറപ്പിച്ചു പറഞ്ഞിരുന്നുവെങ്കിലും സുരേഷ് ഗോപി ഇഫക്ട് തൃശൂരിൽ ഏശിയില്ലെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ. കഴിഞ്ഞ തവണ LDFും UDFും ഒപ്പത്തിനൊപ്പം വന്ന സമയം സ്വതന്ത്രന്റെ സഹായത്തോടെയാണ് LDF ഭരണം പിടിച്ചത്.